അടുത്ത ഡിസീസാണ് ഹെൽമിന്തിക് ഡിസീസ്. ഹെൽമിന്തസ് കാരണമുണ്ടാകുന്ന ഡിസീസുകളാണ് ഹെൽമിന്തിക് ഡിസീസ്. അതിൽ ഹെൽമിന്തസ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഫ്ലാറ്റ് വേവും റൗണ്ട് വേവും. പ്ലാറ്റി ഹെൽമിന്തസ്, എഷ് ഹെൽമിന്തസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അനിമൽ കിങ്ഡത്തിൽ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. സോ ഹെൽമിന്തസ് ആണ് ഇവിടുത്തെ പാത്തജൻ, ഫ്ലാറ്റ് വേമും റൗണ്ട് വേവും. അതിൽ ആദ്യത്തെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എസ്കാരിയാസിസ്. എസ്കാരിയാസിസ് എന്ന് പറഞ്ഞ ഡിസീസ്. സോ ഇത് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വിരശല്യം എന്നൊക്കെ പറയും. സോ എസ്കാരിയാസിസ് എന്ന് പറഞ്ഞത് ഇൻഡസ്റ്റൈനൽ പാരസൈറ്റാണ്. ഇതുപോലെ തന്നെ ഹ്യൂമൻ ബീങ്ങിൽ ഇൻഡസ്റ്റൈനിൽ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു പാരസൈറ്റാണ് ഇത്. അത് പാരസൈറ്റിൻ്റെ പേരാണ് എസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. എസ്കാരിസ് മെയിൽ ഫീമെയിൽ സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുന്നു, ഫീമെയിൽ ഈസ് ലാർജർ ദാൻ മെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് തന്നെയാണ് നമ്മൾ പറയുന്ന ഇൻഡസ്റ്റൈനൽ പാരസൈറ്റുള്ള എസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്. അതാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം. സോ എസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഹെൽമിന്തസ് ആണ് എസ്കാരിയാസിസ് എന്ന് പറഞ്ഞ ഡിസീസ് ഉണ്ടാക്കുന്നത്. ഈ പാരസൈറ്റിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഹോസ്റ്റിൽ തന്നെ 50 തൊട്ട് 5000 വരെ കാണപ്പെടാം. സോ 50 മുതൽ 5000 വരെ ഒരൊറ്റ ഹോസ്റ്റിൽ തന്നെ ഈ പറഞ്ഞ എസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഹെൽമിന്തസിനെ നമുക്ക് കാണാം. ഇത് നമുക്ക് കുട്ടിക്കാലത്താണ് കൂടുതലായിട്ട് ഈ ഡിസീസ് കാണുന്നത്. അതുകൊണ്ട് ചൈൽഡ്ഹുഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നു. റൗണ്ട് വേം ട്രബിൾ എന്നാണ് പറയുന്നത്. റൗണ്ട് വേം ട്രബിൾ, വിരശല്യം എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇൻഡസ്റ്റൈനിലാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. സോ ബ്ലോക്കേജ് ഓഫ് ഇൻഡസ്റ്റൈനൽ പാസേജ്. സോ ഇൻഡസ്റ്റൈനിൽ വന്ന് ഇൻഫെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇൻഡസ്റ്റൈൻ ബ്ലോക്ക്ഡ് ആവുന്നു. സോ ഇൻഡസ്റ്റൈനിലെ പാസേജ് തടസ്സപ്പെടുന്നു. സോ ബ്ലോക്കേജ് ഓഫ് ഇൻഡസ്റ്റൈനൽ പാസേജ്. പിന്നെ ഈ എന്താ പറയുക, ഹെൽമിന്തസ് അവരുടെ ബോഡിയിൽ കയറി ആ ന്യൂട്രിയൻസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ട് ആ കുട്ടികളുടെ ബോഡിയിൽ എന്താ ബ്ലഡിൻ്റെ അവൈലബിലിറ്റി കുറവായിരിക്കും. സോ അവർ അനീമിക് ആയിരിക്കും. അനീമിയ, ഫീവർ, ഇതൊക്കെ സിംറ്റംസ് ആണ്. സോ ഇൻഡസ്റ്റൈനൽ പാസേജ് ബ്ലോക്ക്ഡ് ആവുന്നു, അതുപോലെ അനീമിയ, ഫീവർ അത് എന്നീ ലക്ഷണങ്ങൾ കാണിക്കുന്നു. അതുപോലെ മസ്കുലാർ പെയിൻ, മസിൽസിനൊക്കെ നല്ല വേദന ഉണ്ടായിരിക്കും. അതുപോലെ ഇൻറ്റേർണൽ ബ്ലീഡിങ്, ആന്തരികമായിട്ട് ഉള്ളിൽ രക്തസ്രാവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ഇൻറ്റേർണൽ ബ്ലീഡിങ്, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന എസ്കാരിയാസിസിൻ്റെ സിംറ്റംസ്. ഇനി ഇതിൻ്റെ മോഡ് ഓഫ് ഇൻഫെക്ഷൻ, എങ്ങനെയാണ് ഇത് പകരുന്നത്? ഇൻഫെക്ഷൻ മോഡ് എന്ന് പറയുന്നത് എക്സ് ഓഫ് ദ പാരസൈറ്റ്, ഈ പറഞ്ഞ ഹെൽമിന്തിൻ്റെ പാരസൈറ്റ് ആർ എക്സ്ക്രീറ്റഡ് അലോങ് വിത്ത് ദ ഫീക്കസ് ഓഫ് ഇൻഫെക്റ്റഡ് പേഴ്സൺ. സോ ഒരു ഇൻഫെക്റ്റഡ് പേഴ്സൺ, ഒരു പേഴ്സണിൽ ഈ പറഞ്ഞ ഹെൽമിന്തസ് എസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് കയറി ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ ഇൻഡസ്റ്റൈനിൽ കയറിയിട്ട് അത് ഇൻഫെക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ എക്സ്ക്രീറ്ററി മെറ്റീരിയലിലൂടെ, എന്ത് വേസ്റ്റുകളിലൂടെ ഈ പറഞ്ഞ ഇതിൻ്റെ ഫോമുകൾ, പാരസൈറ്റുകൾ എക്സ്ക്രീറ്റഡ് ആവുന്നു. സോ പാരസൈറ്റിൻ്റെ എഗ്ഗുകളാണ് ഇതിലൂടെ പോണത്. സോ അതിൻ്റെ മുട്ടകൾ എന്ന് പറയും. സോ എഗ്സ് ഓഫ് ദ പാരസൈറ്റ്, ഈ പറഞ്ഞ ഹെൽമിന്തിൻ്റെ എസ്കാരിസ് ലുംബ്രിക്കോയിഡ്സിൻ്റെ മുട്ടകൾ പാരസൈറ്റ് എന്ത് ചെയ്യുന്നു? എക്സ്ക്രീറ്റ് ചെയ്തു പോകുന്നു. ഈ ഇൻഫെക്റ്റഡ് ആയ പേഴ്സൻ്റെ ഫീക്കൽ മാറ്ററിൽ, അവരുടെ ആ വേസ്റ്റ് മെറ്റീരിയലിലൂടെ ഈ പറഞ്ഞ ഇതിൻ്റെ മുട്ടകൾ, ഈ പറഞ്ഞ എസ്കാരിസ് ലുംബ്രിക്കോയിഡ്സിൻ്റെ മുട്ടകൾ പോകുന്നു. അത് വിച്ച് കണ്ടാമിനേറ്റ് സോയിൽ, വാട്ടർ ആൻഡ് പ്ലാന്റ്സ്. സോ നമ്മളിങ്ങനെ ഓപ്പൺ സ്പേസിലാണ് ഈ പറഞ്ഞ ഇതൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ, സോ എക്സ്ക്രീഷൻ നടത്തുന്നത് ഓപ്പൺ സ്പേസിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ഇൻഫെക്റ്റഡ് പേഴ്സണിൻ്റെ ഫീക്കൽ മാറ്ററിൽ എന്തുണ്ടായിരിക്കും? ഈ പറഞ്ഞ എഗ്ഗുകളുണ്ടാവും. എസ്കാരിസ് ലുംബ്രിക്കോയിഡ്സിൻ്റെ എഗ്ഗുകളുണ്ടാവും. ആ എഗ്ഗുകൾ എവിടെ പോകുന്നു? അത് സോയിലുമായിട്ട് മിക്സ് ചെയ്യുന്നു, അവിടെയുള്ള വാട്ടറായിട്ട് മിക്സ് ചെയ്യുന്നു, അവിടുത്തെ പ്ലാന്റ്സുമായിട്ട് മിക്സ് ചെയ്യുന്നു. സോ കണ്ടാമിനേറ്റഡ് വിത്ത് ഏതൊക്കെയായിട്ട്? ഈ പറഞ്ഞ എഗ്ഗുകളൊക്കെ സോയിൽ, വാട്ടർ, പ്ലാന്റ്സുമായിട്ട് കണ്ടാമിനേറ്റ് ചെയ്യുന്നു. സോ സോയിലും വാട്ടറും പ്ലാന്റൊക്കെ ഈ പറഞ്ഞ ഫീക്കൽ മാറ്റർ ഉള്ള ഈ എസ്കാരിസ് ലുംബ്രിക്കോയിഡ്സിൻ്റെ മുട്ടകൾ കാരണം അത് കണ്ടാമിനേറ്റഡ് ആവുന്നു. പിന്നീട് എന്ത് സംഭവിക്കുന്നു? ഇതിലൂടെ എക്വയർ ഇൻഫെക്ഷൻ. എങ്ങനെയാണ് ഈ ഇൻഫെക്ഷൻ? ഈ സോയിലിലൂടെ, വാട്ടറിലൂടെ, അതുപോലെ പ്ലാന്റ്സിൻ്റെ പ്രോഡക്റ്റുകളിലൂടെയൊക്കെ ഒരു ഹെൽത്തി പേഴ്സണ് ഈ ഇൻഫെക്ഷൻ കിട്ടുന്നു. സോ എക്വയർ ഇൻഫെക്ഷൻ ത്രൂ കണ്ടാമിനേറ്റഡ് വാട്ടർ. സോ അതുമായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ള വാട്ടർ റിസോഴ്സിൽ നിന്ന് വാട്ടർ കുടിക്കുകയാണ് ഹൈജീനിക് അല്ല എന്നുണ്ടെങ്കിൽ എന്നാൽ കണ്ടാമിനേറ്റഡ് വാട്ടറിൽ നിന്ന് ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കിട്ടുന്നു. അതുപോലെ ആ പ്ലാന്റ്സ്, വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, ഇതിൽ നിന്നൊക്കെ ഈ പറഞ്ഞ ഈ ഡിസീസ് കിട്ടുന്നു. സോ ഏറ്റവും സേഫായിട്ടുള്ള നമ്മൾ പ്യുവറായിട്ടുള്ള വാട്ടർ തന്നെ ഡ്രിങ്ക് ചെയ്യുക, ബോയിൽ ചെയ്യണം. അതുപോലെ ഇങ്ങനത്തെ തുറസായ സ്ഥലങ്ങളിൽ, ഓപ്പൺ
സ്പേസുകളിൽ ഇങ്ങനത്തെ മലവിസർജനം നടത്താതിരിക്കുക. സോ ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് അത് വന്ന് പിന്നെ കുട്ടികളൊക്കെ മണ്ണിലൊക്കെ കളിക്കുകയാണെങ്കിൽ അവർക്കും ഈ ഡിസീസ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ബിക്കോസ് ഈ മണ്ണിലൊക്കെ എന്തുണ്ടാവും, ഈ എസ്കാരിസ് ലുംബ്രിക്കോയിഡ്സിൻ്റെ മുട്ടകൾ ഇൻഫെക്റ്റഡ് പേഴ്സണിൽ മേ ബി ഒരു ഓപ്പണായിട്ട് മലവിസർജനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സോയിലുണ്ടായിരിക്കും, അവിടുത്തെ വാട്ടറിലുണ്ടായിരിക്കും. സോ അങ്ങനെയൊക്കെ ഒരു ഹെൽത്തി പേഴ്സണിന് ഇത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് നമ്മൾ പറയുക എസ്കാരിസ് അഥവാ വിരശല്യം.